have now been with me 3 days and have nothing to eat. അവർക്ക് കഴിപ്പാനായിട്ട് ഒന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് മൂന്നാമത്തെ കാര്യം എന്താ പറയാ, അവൻ നമ്മളെ അറിയുന്ന ദൈവമാണ്. He knows. നമ്മുടെ എപ്പോഴത്തെ സ്ഥിതി അവനറിയാം. അപ്പൊ നമ്മൾ ചിലപ്പോൾ എല്ലാവരും ഇവിടെ ചാടി മറിയും, ഗ്ലോറിയൊക്കെ പറഞ്ഞ് അന്യഭാഷയൊക്കെ പറഞ്ഞ് പോവായിരിക്കും. പക്ഷെ നമ്മൾ കടന്നു പോകുന്ന ടെൻഷൻ പോലും He knows. അപ്പൊ ഈ ആൾക്കാർ, ഈ 4000 പേര് ആഹാരമില്ലാതെ വന്നെന്ന് യേശു എങ്ങനെ അറിയും? കാരണം യേശു ഓരോരോ വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരാളായിരുന്നു. നമ്മൾ വേണമെങ്കിൽ ഇവിടെ വന്ന ഒരു 10-200 പേരുണ്ട്. എല്ലാവരും ഇങ്ങോട്ടും അങ്ങോട്ടും ശരിക്കും ഒന്ന് പരിചയമായോ? പക്ഷെ യേശു അങ്ങനല്ല. യേശു ഒരു പ്രത്യേക ഒരു മീറ്റിംഗിന് വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെ വിഷയം വ്യക്തിപരമായിട്ടൊന്ന് അറിയുന്നതായിരുന്നു. അപ്പൊ ഈ 4000 പേർക്ക് ആഹാരമില്ലെന്ന കാര്യം യേശു എങ്ങനെ അറിഞ്ഞു? അപ്പൊ വ്യക്തിപരമായിട്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് എങ്ങനെ പ്രസംഗിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു. അപ്പൊ നമ്മളെല്ലാം ഇത് ചെയ്യാൻ നടക്കുക. പക്ഷെ ദൈവം വ്യക്തിപരമായിട്ട് ആൾക്കാരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്നുള്ള കാര്യം നമ്മൾ നോക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേജ് പരിപാടി അല്ല നമുക്ക് ആഗ്രഹമുള്ളത്, നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമാണ് നമുക്ക് എല്ലാവർക്കുമായിട്ടുണ്ടായിരുന്നു. അപ്പൊ കർത്താവ് അത് തന്നെ ചെയ്തു. കർത്താവിന് ആ 4000 പേര് പേഴ്സണലായിട്ട് അവർ വിഷമം എന്തുവെന്നും അവർ ഭാരം എന്തുവെന്നും ദൈവം അറിയുന്നൊരു ദൈവം. പ്ലീസ് ലോർഡ്, ഇതിനപ്പുറം ഒരു സന്തോഷം വേറെ എന്തെങ്കിലും വേണം? ഹി നോസ് ഹിസ് പേഴ്സണലി. അടുത്ത് കർത്താവിന്റെ ഹൃദയത്തിന്റെ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? അവന് മനസ്സിലുള്ള ദൈവമാ, അവൻ ഓർക്കുന്ന ദൈവമാ, അവൻ അറിയുന്ന ദൈവമാ. അടുത്ത് ഇങ്ങനെ എഴുതിക്കുന്നേ, and if I send them away fasting to their houses, they will faint by the way. ഞാൻ അവരെ പട്ടിണിക്ക് വിട്ടു കഴിഞ്ഞാൽ അവർ വഴി വെച്ച് ഈ കൺസേൺ, എന്താ മലയാളത്തിൽ പറയുന്നത്, കൺസേൺ, നമ്മളെ കുറിച്ച് വിചാരമുള്ള ദൈവം. മയങ്ങിയില്ല ഇതുവരെ, അവർ വീണില്ല, അവര് യാത്ര പോയിട്ടുമില്ല, അവര് മറിഞ്ഞു വീണുമില്ല. പക്ഷെ ഓൾറെഡി കർത്താവ് എന്തോ പറയുന്നേ? അപ്പൊ എനിക്ക് കർത്താവ് പറഞ്ഞ വേറെ എന്ന് പറയുമോ? കർത്താവ് നമ്മളെ കുറിച്ച് നമ്മളോട് പറഞ്ഞ നാളെ കുറിച്ച് നീ വിചാരപ്പെടുന്നു. പക്ഷെ കാരണം അത് പറയാൻ കാരണം എന്ന് പറയുമോ? അവൻ വിചാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു കാര്യം പറഞ്ഞല്ല, അപ്പുറത്ത് ദൈവം അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇവിടെ നാളെ അവർ മയങ്ങി വീഴും എന്നുള്ള കാര്യം കർത്താവിന് അറിയായിരുന്നു. അപ്പൊ നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്ന ദൈവം, വൺ ഹു ഹാസ് കൺസേൺ ഓവർ us. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാ? അവൻ നമ്മളെ മനസ്സിലുള്ള ദൈവമാ, അവൻ നമ്മളെ ഓർക്കുന്ന ദൈവമാ, അവൻ നമ്മളെ അറിയുന്ന ദൈവമാ, അവൻ നമ്മളെ കുറിച്ച് ഏറ്റവും അവസാനം ഏറ്റവും പ്രത്യേകത നോക്കിയേ, ഇങ്ങനെ എഴുതിയാണ്, for diverse of them came from far. അത് മലയാളത്തിൽ എഴുതിക്കുന്നത് അവര് ചിലവരില് ദൂരെ നിന്ന് വന്നവരാണെന്ന്. ഇവിടെ എത്ര പേര് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെടുമ്പോൾ ഈ മീറ്റിങ്ങിന് വേണ്ടി വില കൊടുത്ത് ദൂരെ നിന്ന് വന്നവരും ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ തിരിച്ചു പോകാൻ വണ്ടിക്കൂലി തന്നെ കഷ്ടിച്ചുകൊണ്ടുവന്ന് തന്നെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത പ്രാർത്ഥിക്കുമായിരിക്കും, ദൈവം 5-ാം ദിവസം ഒരു അത്ഭുതം പ്രവർത്തിക്കണേ. ഞാനിങ്ങനെ പോയിട്ടുണ്ട് ഒത്തിരി മീറ്റിംഗ്. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് എന്തറിയാം? അവൻ നമ്മുടെ പൂർവ്വകാര്യങ്ങളെ കുറിച്ചും അവൻ രേഖപ്പെടുത്തി വെക്കുന്ന ദൈവം. നമ്മുടെ പഴയ കാര്യങ്ങൾ അവൻ ഈ പന്ന കാര്യങ്ങളല്ല, നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും ഓൾറെഡി ദൈവം ക്ഷമിച്ചു. പക്ഷേ നമ്മൾ ഏത് കഷ്ടപ്പാടിന്റെ നടുവിൽ ഈ മിനിസ്ട്രിയിലേക്കും ഈ ഇതിലേക്കും എപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ വീട് കാണും, കാറ് കാണും, എല്ലാം കാണും. പക്ഷെ ദൈവം നമ്മളെ എപ്പോഴാ എങ്ങനെ കാണുമെന്ന് അറിയാം? അന്ന് നമ്മൾ എങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് അത് വെച്ചോണ്ട് എപ്പോഴും നമ്മളോട് അവൻ ഇടപെടുന്നത് അല്ലേ? അപ്പൊ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ നോക്കി പറഞ്ഞു, അവനിപ്പോ കാറായി, അവനിപ്പോ വീടായി, ഇനി പ്രത്യേകിച്ച് അവനെന്തോ നോക്കണം. പക്ഷെ ദൈവം അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്. ദൈവം നമ്മൾ നോക്കുന്ന അന്ന് എങ്ങനെയാണ് നമ്മൾ തുടങ്ങി അത് വെച്ചോണ്ട് എപ്പോഴും. അതുകൊണ്ട് അവനെ മനസ്സിലും മാറാത്ത. നമ്മുടെ മനസ്സിൽ പോകുന്നത് കാരണം എന്താ പറയുക? നമ്മുടെ മനസ്സിൽ എത്ര ഉണ്ട്? നമ്മൾ ആൾക്കാരുടെ ആ സാമ്പത്തിക ശേഷി വെച്ചുകൊണ്ടും
അവരെ ആ സറൗണ്ടിങ്സ് വെച്ചുകൊണ്ട് നമ്മൾ വിധിക്കും. പക്ഷെ ദൈവം അങ്ങനല്ല. നമ്മൾ എവിടെ തുടങ്ങി അത് വെച്ച് എപ്പോഴും അവൻ കണ്ടുകൊണ്ടിരിക്കും. അവൻ നമ്മുടെ പഴയ കാര്യങ്ങൾ അവൻ മനസ്സിലുള്ള ദൈവവും, അവൻ നമ്മളെ ഓർക്കുന്ന ദൈവവും, അവൻ നമ്മൾ അറിയുന്ന ദൈവവും, അവൻ നമ്മൾ വിചാരപ്പെടുന്ന ദൈവവും, അവൻ നമ്മുടെ പഴയ തെറ്റുകളെ ഓർത്ത് വെക്കുന്ന ദൈവമല്ല. പക്ഷെ അവൻ നമ്മൾ അന്ന് വന്ന കഷ്ടപ്പാട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ ഒക്കെ വന്ന സമയത്ത് അതെല്ലാം അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ കിട്ടിയ അടിയും തൊഴിയും നാണം കേടും നാട്ടുകാർ നിങ്ങളെ പഴിച്ചതും അതെല്ലാം അവൻ എപ്പോഴും അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അവിടെ നിന്നാണ് അവന്റെ ഈ മനസ്സിൽ ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? അടുത്ത വാക്യം എന്താ എഴുതിക്കുന്നേ? അടുത്തെന്തോ എഴുതിക്കുന്നേ? അടുത്ത 4-ാമത്തെ വാക്യം വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ ഉറക്കെ വായിച്ചു. അവന്റെ ശിഷ്യന്മാര് ശിഷ്യന്മാരെന്ത് ചെയ്തു? മരുഭൂമിയിൽ എങ്ങനെ അപ്പം കൊടുക്കുന്നു? നമ്മുടെ സ്ഥിതി ഇതാ. എത്ര നീ വിശ്വാസം പ്രസംഗിച്ചാലും നമ്മൾ ഇവിടുന്ന് എന്തോ മനുഷ്യനാണോ, നിനക്കൊക്കെ ഒരു വിശ്വാസം വേണോടോ, ഈ പറയുന്ന ആള് തന്നെ നാളെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ. കാരണം 2 അധ്യായം മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. 2 അധ്യായം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ വിശ്വാസം പോയി. ഇവർ തന്നെ അപ്പം പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. നമ്മൾ ഭയങ്കര അത്ഭുതങ്ങളും പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ വ്യക്തിപരമായ നമ്മുടെ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഇതേ ഉള്ളൂ, നമ്മൾ തണുത്തു. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ ശിഷ്യന്മാർ ചെയ്ത ഒറ്റ ഒരു ഗുണം എന്തെന്നറിയോ? അടുത്ത വാക്യം വായിച്ചു. ഇതെല്ലാം ഈ 7 അപ്പം മുറിച്ചിട്ട് ഇവരെ കയ്യിൽ കൊടുത്തപ്പോൾ എന്തോ ശിഷ്യന്മാർ ചെയ്തെന്തോ വായിച്ചേ. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ഞാനൊന്ന് ചോദിക്കട്ടെ മക്കളെ, ദൈവത്തിന്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ പറയാ? ഈ 7 അപ്പം 12 പേരുടെ കയ്യിലേക്ക് മുറിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കുന്ന കയ്യില്? എന്തോ? ഇവിടെ മീനിന്റെ കണക്ക് എഴുതിയിട്ടില്ല. പക്ഷെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സ്ഥലത്ത് 2 മീൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ മീനിന്റെ കണക്ക് എഴുതിയിട്ടില്ല. 2 മീൻ 12 പേരെ കയ്യിലേക്ക് വിരിച്ചു കഴിഞ്ഞാൽ എന്ത് കാണും കയ്യില്? ഒരാളുടെ കയ്യിൽ വാല്, ഒരാളുടെ കയ്യില് ചിലപ്പോ മീനിന്റെ കണ്ണ്, ചിലപ്പോ ചിതമ്പല്, ഇതൊക്കെ ആയിരിക്കും ബാക്കി കയ്യിലിരിക്കുന്നത്. പക്ഷെ ഈ ശിഷ്യന്മാരെന്താ ചെയ്യുന്നറിയോ? വിളമ്പാൻ കൊടുത്തപ്പോൾ ശിഷ്യന്മാരെന്താ ചെയ്തു? പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തു. ദൈവമക്കളെ, നമ്മൾ ഇത്രയും ചെയ്താൽ മതി. കർത്താവ് പറയുന്ന അങ്ങ് വട്ടന്മാരെ പോലെ അങ്ങ് ചെയ്തോണം. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കിയാലേ പറ്റും. അതുകൊണ്ട് ദൈവം ചെയ്ത് ഇവിടെ ആരെങ്കിലും ദൈവത്തെക്കുറിച്ച് അവനെങ്ങാണ്ട് ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന ഒരാളാന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നമ്മുടെ കണ്ണുകൾ അടച്ചു. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. നമുക്ക് നന്ദി പറയാം ദൈവത്തോട്. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. चरण. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. चरण. ओ क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया.
शुक्रिया 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 तेरा शुक्रिया 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 यीशु तेरा चेहरे शुक्रिया 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 तेरा शुक्रिया 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 यीशु तेरा जनगणना चेहरे शुक्रिया शुक्रिया we give you thanks Lord शुक्रिया शुक्रिया तेरा शुक्रिया we give you thanks Lord शुक्रिया शुक्रिया यीशु तेरा क्या ले सकता हूँ वो क्या ले सकता हूँ क्या ला सकता हूँ कहता तुझे बस शुक्रिया നമുക്ക് അവന് കൊടുക്കപ്പെട്ട നന്ദി മാത്രം क्या ले सकता हूँ क्या ला सकता हूँ कहता तुझे बस शुक्रिया नंदियोड़े तो क्या ले सकता हूँ क्या ला सकता हूँ कहता तुझे बस शुक्रिया 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 तेरा शुक्रिया 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 यीशु
You live to die, rejected and alone, like a rose trampled on the ground. You took the fall, thought of me. Because you're full of compassion. Yes, Lord Jesus. അങ്ങ് മനസ്സിലുള്ള ദൈവമായ. We stand in awe of your presence, Lord. Yes, Lord. Lord, I pray that your compassion will come upon these people. അങ്ങയുടെ മനസ്സിൽ അങ്ങ് ഇവരെ കുറിച്ച് ഓർക്കുന്നതും അവരിവരെ കുറിച്ച് വിചാരപ്പെടുന്നതും ഈ ജനം ഈ സമയത്ത് മനസ്സിലാക്കി അങ്ങ് ആരാധിക്കട്ടെ കർത്താവേ. അവരെ കണ്ണുനീരങ്ങൊപ്പണമേ. അങ്ങ് ഞങ്ങളെ കുറിച്ച് വിചാരപ്പെടുന്ന ദൈവമാണല്ലോ കർത്താവേ. നാളെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശ്രമം തന്നിട്ട് അങ്ങ് ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. ഞങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ വറി ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് ഞങ്ങൾക്ക് അങ്ങെ കുറിച്ച് പറയുന്നു, അങ്ങ് ഞങ്ങളെ കുറിച്ച് വിചാരപ്പെടുന്നു. അതിനപ്പുറം ഒരു സ്നേഹം ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല ദൈവമേ. അങ്ങയുടെ അത്ഭുതങ്ങളല്ല അങ്ങേ വലുതാക്കിയത്. അങ്ങയുടെ സ്നേഹമാ, അങ്ങയുടെ സ്നേഹമാ. We love you, Father. Jesus. Thank you, Jesus. Come down on these people right now. കർത്താവേ, ഈ സമയത്ത് ഇടുങ്ങിയും ഹൃദയം കഠിനമായിരിക്കുന്ന ജനത്തെ കർത്താവ് ഈ സമയത്ത് സ്വാതന്ത്ര്യമാക്കണമേ. കർത്താവേ, ആരാധന സമയത്ത് അവരുടെ ഹൃദയം മൃദുലമാക്കണമേ, സോഫ്റ്റ് ആക്കണമേ. ഈ സമയത്ത് കർത്താവിലോ നിന്റെ ആ മനസ്സ് നിങ്ങൾ തിരികെ ശിശുക്കളെ പോലെ ആ ശിശുക്കളുടെ മനസ്സ് കർത്താവേ, നിന്നെ 100% വിശ്വസിക്കുന്ന ആ മനസ്സ്, നീ പറയുന്ന പോലെ ചെയ്യാനുള്ള മനസ്സ് കർത്താവ് ഈ സമയത്ത്. ശുക്രിയ 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 തേരാ ശുക്രിയ 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 തേരാ ശുക്രിയ 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 യേശു തേരാ ശുക്രിയ 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 തേരാ ശുക്രിയ 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 തേരാ ശുക്രിയ. Yes, Lord Jesus. Come into our lives, Lord Jesus.
Jesus. ആ മനസ്സലവന്റെ ഹൃദയം എന്നെ മേൽ ഇന്ന് രാത്രി വീഴണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കരങ്ങൾ ആ ഹൃദയത്തിലേക്ക് വെച്ച്, ദൈവമേ നിന്നെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അങ്ങ് മനസ്സിലുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ എന്നെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ നെഞ്ചിലോട് കരങ്ങൾ ചേർത്ത് വെച്ച് പറ, ദൈവമേ അങ്ങ് ആരാന്ന് മനസ്സിലാക്കുവാൻ. Yes, Lord. Jesus, എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല, എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, ശൂലകാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി, എന്റെ ഭാരം ചുമക്കുന്നവൻ, എന്റെ യേശു എന്നെ നന്നായി അറിയുന്നവൻ, എന്റെ യേശു എന്റെ ഭാരം ചുമക്കുന്നവൻ, യേശു എന്നെ നന്നായി അറിയുന്നവൻ, യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി, സുഖമുള്ള കാലത്തും കണ്ണുനീർ. ഹല്ലേലൂയ, യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, യേശു